മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളിലടക്കം ശ്രീകുമാരൻ തമ്പി അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നീക്കത്തിൽ അത് പുതിയ തലത്തിലേക്ക് വിവാദം കടക്കുമെന്നും ഉറപ്പാണ്. നമുക്ക് തിരികെ സിനിമ താരസംഘടനയിലെ തർക്കത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നവമിയുണ്ട്. നവമി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ മാലാ പാർവതി അല്പസമയം മുമ്പ് പുറത്തുവിട്ട ഒരു സ്ക്രീൻഷോട്ടിൽ അതിൽ കൃത്യമായ ആരോപണം ഉന്നയിക്കുന്നത് ഉഷാ ഹസീനയ്ക്കെതിരെയാണ്. ഉഷാ ഹസീന അടക്കമുള്ളവരാണ് യൂട്യൂബ് ചാനലുകൾക്ക് താരസംഘടനയിലെ ഈ വനിതാ അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിയുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടതിന് പിന്നിൽ ഇവരാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ ഇതൊരു പരസ്യ ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ്. വിഴുപ്പലക്കലാണ് എല്ലാ അർത്ഥത്തിലും ഈ താരസംഘടനയിൽ നടക്കുന്നത്. സജിത്ത്, ഈ മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളാണ് നടിമാർ പറയുന്നത്. ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തലാണ്. തുടക്കത്തിൽ ഈ ഒരു മെമ്മറി കാർഡിനെ പറ്റി ഉഷ പരാമർശം നടത്തുന്നുണ്ടായിരുന്നു. പിന്നീട് അത് മാലാ പാർവതി അതിനെ പരിഹസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ കേൾക്കുമ്പോൾ, വാദങ്ങൾ കേൾക്കുമ്പോൾ തനിക്ക് ചിരിയാണ് വരുന്നതെന്ന തരത്തിൽ മറ്റ് നടിമാരെ പരിഹസിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു. ഇതിനെതിരെ പൊന്നമ്മ ബാബു വീണ്ടും രംഗത്തെത്തി. ഈ മെമ്മറി കാർഡ് വിവാദത്തോടൊപ്പം തന്നെ മാലാ പാർവതി പറഞ്ഞ ശരിയായ നടപടിയല്ല, അത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിനെ പരിഹസിക്കുന്ന തരത്തിലുള്ള മാലാ പാർവതിയുടെ നിലപാട് അത് ശരിയല്ല എന്ന തരത്തിൽ മാലാ പാർവതിക്കെതിരെ രൂക്ഷ വിമർശനവും ഈ പൊന്നമ്മ ബാബു ഉന്നയിച്ചിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് നടി പ്രിയങ്കയും ഇതുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്നത്. എന്നാലും മാലാ പാർവതി ഇന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിൽ കൃത്യമായി തന്നെ പറയുന്നത് കുക്കു പരമേശ്വരന് താൻ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ഈ ബാബുരാജിനെ അനുകൂലിക്കുന്നവരാണ്, അതായത് പൊന്നമ്മ ബാബു ആയിക്കോട്ടെ, ഉഷ ആയിക്കോട്ടെ, പ്രിയങ്ക ആയിക്കോട്ടെ, ബാബുരാജിനെ അനുകൂലിക്കുന്നവരാണ് ഇപ്പോൾ കുക്കു പരമേശ്വരനെതിരെ ഇങ്ങനെ ഒരു നിലപാടുമായി എത്തിയത്, ഒരു മെമ്മറി കാർഡ് വിവാദവുമായി എത്തിയതെന്ന കാര്യമാണ് ക്ഷമിക്കണം മാലാ പാർവതി പറയുന്നത്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് പിന്നെ ഈ നടിമാർ ഒരു കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം കൂടി മാലാ പാർവതി ഉന്നയിക്കുന്നുണ്ട്. ഈ ഉഷയ്ക്ക് ഈ ദിവ്യ എസ് അയ്യരുടെയും മെറിൻ IPSന്റെയും രണ്ടുപേരുടെയും നമ്പർ ഇട്ടു കൊടുത്തിട്ട് ഇവരെ വിളിച്ച് കാര്യം പറയൂ, ഇത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, അതുകൊണ്ട് ഇത് കൃത്യമായി തന്നെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉഷയ്ക്ക് നമ്പർ അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം മാലാ പാർവതി തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് നിയമപരമായി ഇവർ മുന്നോട്ട് പോകാത്തത്? ഇത് തന്നെയാണ് സംശയത്തിന്റെ ഇവരെ നിഴലിൽ നിർത്തുന്നത് എന്നുകൂടി മാലാ പാർവതി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ നടിമാർ തീരുമാനിച്ചിരിക്കുന്നത്. കുക്കു പരമേശ്വരനെതിരെ കേസ് നൽകും. കാരണം ഇത് മെമ്മറി കാർഡിൽ അന്ന് ആ യോഗത്തിൽ ചർച്ച ചെയ്തത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. പല സാധാരണക്കാരായിട്ടുള്ള സിനിമ ആശ്രയിച്ച് ജീവിക്കുന്ന പല സ്ത്രീകളും നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ചാണ് അന്നത്തെ ദിവസം ചർച്ച ചെയ്തത്. അത് റെക്കോർഡ് ചെയ്ത് പിന്നീട് അതിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന് കുക്കു പരമേശ്വരൻ നിസാരവൽക്കരിച്ച് പറയുന്നതിനെ ഗുരുതരമായി തന്നെ ഒരു ക്രിമിനൽ കുറ്റമായി തന്നെ കണക്കാക്കണം. അതുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് മറ്റ് വനിതാ താരങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നതിനെതിരെ പോലും വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ ഈ പ്രധാനപ്പെട്ട താരങ്ങൾ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള താരങ്ങൾ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോൻ പോലും ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ പോലും ഒരു പരസ്യ പ്രസ്താവന നടത്തുവാൻ ശ്വേതാ മേനോന് മുന്നോട്ട് വരാത്തത് ഇപ്പോഴും ആ ദുരൂഹമായി തുടരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം പിന്നീട് ഒരു വേദികളിലോ ഈ മെമ്മറി കാർഡിനെ കുറിച്ച് പരാമർശം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു യോഗം ചേർന്നതിനെ പറ്റി ആർക്കും അറിയില്ല. പിന്നീട് എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു മെമ്മറി കാർഡും ഒപ്പം കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നതിന് പിന്നാലെയുള്ള വിവാദങ്ങളുമൊക്കെ മനഃപൂർവ്വം കുക്കു പരമേശ്വരൻ മത്സരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ബാബുരാജ് ഇറക്കുന്ന ആളുകളാണ് ഇങ്ങനെ ആരോപണവുമായി രംഗത്തെത്തുന്നത് എന്നതാണ് കുക്കു പരമേശ്വര അനുകൂലികൾ പറയുന്നത്. മഞ്ജുഷ്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സിനിമാ മേഖലയിലെ തർക്കം അതിങ്ങനെ പരസ്യ വിഴുപ്പലക്കാരായി മാറുമ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയിലും ഒപ്പം താരസംഘടന അമ്മയിലും ഈ തരത്തിൽ വരികയാണ്. ഇപ്പോൾ നടി ഉഷ ഹസീന നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി ഉഷ ഹസീന, താങ്കൾക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് മാലാ പാർവതി ഉന്നയിക്കുന്നത്. താങ്കൾ അടക്കമുള്ളവർ ഇപ്പോൾ ഈ മെമ്മറി കാർഡ് വിഷയം ഉന്നയിക്കുന്നതിന് പിന്നിൽ ബാബുരാജിനെ അനുകൂലിച്ച് മുമ്പ് നിലപാടെടുത്തവരാണ് നിങ്ങളിപ്പോൾ കുക്കു പരമേശ്വരനെ ബോധപൂർവ്വം ലക്ഷ്യമിടുന്നു എന്നതാണ് ഉന്നയിക്കുന്ന ആരോപണം.
ഇതിന്റെ മറുപടിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. അവര് തുടക്കം മുതൽ ഈ ഗ്രൂപ്പ് തുടങ്ങിയപ്പോ തൊട്ട് പറയുന്ന ആരോപണമാണിത്. ഗ്രൂപ്പ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തൊട്ട് നമ്മളെ അമ്മയിലെ സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. അമ്മയിലെ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകൾ ഒരുമിച്ച് നിന്ന് എല്ലാവർക്കും എല്ലാവരുടെ വിശേഷങ്ങൾ, ജനറൽ ബോഡി ഒരു വർഷത്തിൽ ഒരു ദിവസം എല്ലാവരും കണ്ടു, എല്ലാവരെയും ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നീട് വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അതിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു. നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള 3-4 പേരുമായിട്ടാണ് നിരന്തരം നമുക്ക് ബന്ധമുള്ളത്. ഒരു പ്രശ്നം വരുമ്പോൾ അമ്മയിലെ സ്ത്രീകൾ ആരും കൂട്ടായിട്ട് നിന്ന് അതിനെതിരെ സംസാരിക്കാനോ ഒന്നും നിൽക്കാത്തൊരു സാഹചര്യം കഴിഞ്ഞ കുറെ നാളിന് ആറാട്ടണ്ണന്റെ വിഷയമാണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു സംസാരിക്കാൻ. പരാതി കൊടുക്കാൻ പോലും ഞങ്ങൾ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്തരം സാഹചര്യം വരുമ്പോൾ ഇവരാരും ഉൾവലിഞ്ഞു നിൽക്കരുത്, നമുക്കൊരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം, അതിനൊരു കൂട്ടായ്മ ആവശ്യമാണെന്നുള്ള കഴിഞ്ഞ ജനറൽ ബോഡിയിൽ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെണ്ണുങ്ങളെ എല്ലാവരും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് അമ്മയുടെ പെൺമക്കളെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഗ്രൂപ്പ് തുടങ്ങിയത്. പിന്നീട് ആ ഗ്രൂപ്പില് സ്ത്രീകളുടെ വിഷയമല്ലേ, ബാബുരാജൊക്കെ അതിനുശേഷം എത്രയോ ദിവസം കഴിഞ്ഞാണ് ഞാൻ പറയുമ്പോഴാണ് ബാബുരാജ് അറിയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങിയത്. ആരും പറഞ്ഞില്ല അയ്യോ വേണ്ട നിങ്ങൾ ഇങ്ങനെ കൂട്ടായ്മ തുടങ്ങരുത്, വേണ്ടാന്ന് എന്തിനാ പറയുന്നത്? ഒരു വാട്സപ്പ് കൂട്ടായ്മയല്ലേ അത്. നമ്മള് നല്ല കാര്യം, നിങ്ങൾ നല്ലതാണ്, നന്നായിട്ടുണ്ടെന്ന് നന്നായിന്ന് മാത്രമേ പുള്ളിയും പറഞ്ഞുള്ളൂ. ആ ഗ്രൂപ്പിൽ വന്ന പിന്നെ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകളുടെ ഇപ്പോഴും ആ ഗ്രൂപ്പിൽ ആ മെസ്സേജുകളെല്ലാം കിടപ്പുണ്ട്. ഒരംഗം പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾ തുടങ്ങിയത് മോശമായി പോയിന്ന്. നല്ല കാര്യം, ഇങ്ങനെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു ഇത്. അപ്പോഴെല്ലാവരുടെയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു നല്ല പാട്ടും സന്തോഷവും കൂട്ടായ്മയാണ്. ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ ചോർത്തി കൊടുത്തു. എനിക്ക് ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞാൻ കൂട്ടായ്മ അതിനെ കുറിച്ചാണല്ലോ ഇപ്പൊ മാലാ പാർവതി ആണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടായ്മ ബാബുരാജിന് വേണ്ടി തുടങ്ങിയതാണെന്നല്ലേ പറഞ്ഞത്? അല്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ തുടങ്ങിയ പിന്നെ ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഗ്രൂപ്പ് തുടങ്ങിയെന്നുള്ളതിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ? ആ ഗ്രൂപ്പ് തുടങ്ങിയതിന്റെ ഉദ്ദേശം ഇതാണ്. അതിനകത്ത് നമ്മുടെ സ്ത്രീകളായിട്ടുള്ള അംഗങ്ങൾ മുഴുവനും അതിനെ സന്തോഷത്തോടു കൂടിയാണ് ആ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. ഇപ്പോഴും കിടപ്പുണ്ടല്ലോ, ആ മെസ്സേജുകൾ മുഴുവനും അതിനകത്ത് കിടപ്പുണ്ട്. വോയിസ് മെസ്സേജും ടെക്സ്റ്റ് മെസ്സേജും ഒക്കെ കിടപ്പുണ്ട്. ഒരു മെസ്സേജ് പോലും ഞാൻ അതിനകത്തുനിന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അഡ്മിനായിട്ടാണ് ഇത് തുടങ്ങിയത്. പിന്നീടാണ് ഞാൻ പൊന്നമ്മ ബാബുവിനെയും അൻസിബ ഹസനെയൊക്കെ അതിനകത്ത് അഡ്മിനാക്കിയത്, എല്ലാവരെയും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആഡ് ചെയ്തതിന് ഒരു അംഗം പോലും പറഞ്ഞിട്ടില്ല ഇത് മോശമായി പോയി, ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് സ്ത്രീകളുടെ വിഷയങ്ങളാണല്ലോ നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നത്. സുഖവും സന്തോഷവും എല്ലാം നമുക്ക് ചർച്ച ചെയ്യണം. നമ്മൾ അപ്പൊ അറിയണം നമുക്ക് എല്ലാവരുടെയും വിശേഷങ്ങൾ. അങ്ങനെ തന്നെ ആ ഗ്രൂപ്പ് നല്ല സന്തോഷമായിട്ട് പോയ സമയത്ത് ബാബുരാജ് ആ ഗ്രൂപ്പിൽ തന്നെയുള്ള വിചിത്ര ചേച്ചിക്ക് സുഖമില്ല അൻസിബ ഹസൻ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോ എല്ലാവരും അതിനകത്ത് അയ്യോ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചേച്ചി നല്ലത്, ചേച്ചിക്ക് പിന്നെ വേഗം സുഖമാവട്ടെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ബാബുരാജ് എന്നെയും വിളിച്ചിട്ട് കിട്ടിയില്ല, പൊന്നമ്മ ബാബുവിനെയും വിളിച്ചിട്ട് കിട്ടാതപ്പോ അതിരാവിലെ ഈ ചേച്ചിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു വോയിസ് മെസ്സേജ്, ഓപ്പറേഷൻ ആണെന്നുള്ള ഒരു വോയിസ് മെസ്സേജ് അയച്ചത് പൊന്നമ്മ ചേച്ചി അത് ഗ്രൂപ്പിൽ ഒന്ന് ഇട്ടുപോയി. അപ്പൊ കുക്കു പരമേശ്വരൻ എന്നെ വിളിക്കുന്നു, നിങ്ങൾ ഇത് ആർക്ക് വേണ്ടി തുടങ്ങിയതാണ്? നിങ്ങൾ ബാബുരാജിന് വേണ്ടി തുടങ്ങിയതാണോ ഈ ഗ്രൂപ്പ്? എന്തിനു വേണ്ടിയിട്ട് ബാബുരാജിന്റെ വോയിസ് എടുത്ത് അതിനകത്ത് ഇട്ടു? ഞാൻ പൊന്നമ്മാവൂനൊക്കെ ഞാൻ പറഞ്ഞു കുക്കു അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, കുക്കുവിന്റെ തെറ്റായ ധാരണയാണ്. നമ്മൾ ഇതാണ് ഉദ്ദേശിച്ചത്, എല്ലാവരും നമ്മൾ കൂട്ടായിട്ട് ഒരുമിച്ച് പെണ്ണുങ്ങളെല്ലാം നിൽക്കണം. നമുക്ക് ഇതിനു മുമ്പുണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. ആ സമയത്തൊന്നും ആരും ഒരുമിച്ച് നിൽക്കാനില്ലാത്തത് കൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കൂട്ടായ്മ തുടങ്ങിയത്. അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, അത് തെറ്റായ ധാരണയാണ്. ഞാൻ ഇപ്പൊ തന്നെ ആ വോയിസ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ആ വോയിസ് ഡിലീറ്റ് ചെയ്തു. കുക്കുവിന്റെ ഇലക്ഷൻ ഒക്കെയാണ് വരാൻ പോകുന്നത്. കുക്കു തന്നെ നമ്മളിതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല, ഇലക്ഷൻ ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി കുക്കു ഞാൻ അത് ചെയ്യാം, ഞാൻ ആ വോയിസ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വോയിസ് ഡിലീറ്റ് ചെയ്തു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. ആര് ഇലക്ഷന് നിൽക്കുന്നു, ആർ വോട്ട് ചെയ്യണമെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ വല്ലതാണോ പറഞ്ഞു കൊടുക്കാൻ? എല്ലാവരും ബുദ്ധിയുള്ളവരെ അമ്മയിലുള്ള അംഗങ്ങൾ താങ്കളെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് പുറത്തു പോയി, അത് യൂട്യൂബ് ചാനലിൽ വന്നു. അതുമൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്ത കാര്യമാണ്. ഇവരെല്ലാരും ലെഫ്റ്റ് അടിച്ച് പോയതിനു ശേഷം ഈ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ പറഞ്ഞില്ലേ, ആദ്യം തുടങ്ങിയ സമയത്ത് ഞങ്ങൾ വർഷങ്ങളായിട്ട് കാണുന്നത് ഹൈദർ അലി എന്ന് പറയുന്ന റിപ്പോർട്ടർ
അമ്മയുടെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഔദ്യോഗികമായിട്ട് റൈറ്റ്സ് വാങ്ങിച്ചിട്ട് അമ്മയുടെ കാര്യങ്ങൾ, അമ്മയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ പുള്ളിയാണ് ചെയ്യുന്നത്. ജനറൽ ബോഡി ആയാലും കുടുംബ സംഗമം ആണെങ്കിലും എല്ലാ പരിപാടിയും പുള്ളിയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അലി എന്നെ വിളിച്ചാണ് ചോദിച്ചത്, നിങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങിയെന്ന് അറിഞ്ഞല്ലോ, നല്ല കാര്യം. ആരൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന ആൾക്കാരാണ്, നവ്യുണ്ട് അഡ്മിനായിട്ട്, അൻസിബയെ നമ്മളിപ്പോ ഒഴിവാക്കി, പൊന്നമ്മ ചേച്ചിയുണ്ട്, ഞാനുണ്ട്. എന്നാൽ ആ അഡ്മിൻ പാനലിന്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരുമോന്ന് ചോദിച്ചു. ഞാൻ ചെയ്തത് ആ ഒരു അതിനെന്താണ്, അതിനകത്ത് എന്ത് കള്ളത്തരമുണ്ട്, അതിനകത്ത് എന്ത് തെറ്റുണ്ട്? ആ അഡ്മിൻ പാനലിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ അതിനകത്തുനിന്ന് അലി ഇങ്ങോട്ട് പറയാണ്, നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്നെ കുറിച്ച് ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, ഒന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അലി പറഞ്ഞു അല്ല, വോയിസ് എന്നെ കുറിച്ച് കുക്കു പരമേശ്വരൻ പറഞ്ഞതും മായാ വിശ്വനാഥ് പറഞ്ഞ വോയിസും നിങ്ങളെല്ലാവരും അത് പാച്ചപ്പ് ചെയ്തതിനെ കുറിച്ച് സ്ക്രീൻഷോട്ട് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ പൊന്നമ്മ ചേച്ചി വിളിച്ചു. അത് ആര് തന്നു എന്ന് അലി ചോദിച്ചിട്ട് അലി ഞങ്ങളുടെ പറഞ്ഞില്ല. അത് തന്നു എന്നുള്ളത് നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, അലിയോട് ചോദിച്ചു നോക്കും. അതിനുശേഷം ഈ ഗ്രൂപ്പിനെ കുറിച്ച് വലിയ വിവാദവുമായിട്ട് ശാന്തിവിള ദിനേശ് വന്നു. ശാന്തിവിള ദിനേശിനെ ഞാൻ വിളിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ഗ്രൂപ്പിനെ ഇങ്ങനെ മോശമാക്കുന്നത്? ഞങ്ങൾക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശാന്തിവിള ദിനേശ് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു, അവിടുന്ന് ഒരു കെട്ട് വോയിസ് നോട്ടും ഒരു കെട്ട് ചാറ്റ് മെസ്സേജും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആര് തന്നു ചേട്ടാ? അതൊന്നും ഞാൻ പറയത്തില്ല, ഒരു മാധ്യമ പ്രവർത്തകൻ പറയത്തില്ല.